വണ്ടി ജഗാഹുവ പുകയും പിന്നെ അതുപോലെ എന്തൊക്കെയോ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. അവസാനം പോലീസ് എത്തിയുണ്ട്. ഇതാ പോലീസ്. അസ്സലാമു അലൈക്കും ചങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം പോകും. ഹലോ, നമ്മളെ ചങ്ങായി അൽത്താഫ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കണ്ണൂർക്കാണ്. കണ്ണൂർ പയ്യന്നൂർ ഒരു നോമ്പറുണ്ട് ചങ്ങായിൻ്റെത്. അപ്പോൾ നമ്മൾ ഏതായാലും ട്രെയിനിൽ പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. 8 മണി ട്രെയിനാണ്. അപ്പോൾ ഇൻഷാല്ലാ ട്രെയിനിൽ കാണാം. അപ്പോൾ ചങ്ങായിമാരെ ട്രെയിനിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗായ്സ്. ഹലോ ഹലോ ഹലോ. വേറൊരാള് അത് വേണ്ട അത് ടോട്ടൽ 4 ആൾക്കാരുണ്ട്. ഇതേതാ വണ്ടി എന്ന് പറഞ്ഞത്? അങ്ങനെ എന്തോ ഒരു സാധനം, പച്ചക്കൂട. മിക്കവാറും എല്ലാതും കാലിയാണ് സീറ്റുകൾ. നമ്മൾ മുന്നേ തന്നെ കമ്പാർട്ട്മെൻറ്റ് കയറിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ കുറേയൊക്കെ കാലിയാണ്. എന്താണാവാം. അപ്പം എല്ലാവരും റെയിൽവേ സ്റ്റേഷൻ, ഇത് വേറെ ഏതോ ട്രെയിനിൻ്റെ ബോഗിയാണ്. നമ്മൾ ഏറ്റവും മുന്നേ തന്നെയാണ് കയറിയിട്ടുള്ളത്. രാത്രി 8 മണിയാവാൻ നേരമായി. ഉണ്ടോ, സെൻട്രൽ, മംഗളൂരു സെൻട്രൽ. കുറേ വൈബുണ്ട് സീറ്റുകളൊക്കെ കുറേ വൈബുണ്ട്. എന്താണാവോ, ഇതിനകത്ത് ആൾക്കാരില്ല വന്നു. 120 രൂപ ബിരിയാണി, അതായത് ചിക്കൻ ബിരിയാണി ട്രെയിനിൻ്റെ വാങ്ങിയതാണ്. ഇതുകൊണ്ടോ 1 പീസ് ആൻഡ് 2 പീസ്, 2 പീസുള്ള തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഏതായാലും കഴിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറന്നിട്ട് ഒന്നും കഴിച്ചില്ല. 8 മണിൻ്റെ വണ്ടിയുണ്ട്. 7:00 നോമ്പ് തുറന്നെത്തി. നോമ്പ് തുറന്നെത്തിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള നേരം ഒന്നും കിട്ടിയില്ല. നേരെ അവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇയാളെ ബിരിയാണി കണ്ടോ? ഇതൊരു പാട്ടുകാരനാണ്, കഴിവില്ല പാട്ടുകാരൻ്റെ വക 30 രൂപ. ബാക്കി ബാലൻസ് ഇവിടെ തീർന്നില്ലേ? 20 രൂപയ്ക്കുള്ള മുതലാണ് അറബിയത്. ഇവിടെ ബിരിയാണി തിന്നായിരുന്നു കേട്ടോ. ഇതെന്താ അറബിയിലൊക്കെ ഇതിണ്ടല്ലോ. വാവ്, ബിരിയാണി കൊള്ളാം, അടിപൊളിയാണ്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല. 120 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വല്ലാതെ ധൈര്യമില്ല. ഇവിടെ അടുത്ത ബാക്ക് കുറേ ഹേയ്, ഇത് കടല. എന്താ പായി പറഞ്ഞത്? ഞാൻ എത്ര മണിക്കൂറുണ്ട്? അരമണിക്കൂർ പറ. സർച്ചാക്ക് എന്താ മൂഞ്ചുണ്ടോ? എന്താ ക്രിക്കറ്റ് ലവറാണ് ഈ ബായ്, ക്രിക്കറ്റ് ലവർ. അപ്പം ആരാണ് ക്യാപ്റ്റനെ തപ്പുന്ന പോലെ? ക്യാപ്റ്റൻ തമ്മിൽ അടിയാണ് ഇവിടെ നടക്കുന്നത്. എന്നാലും നാഫിക്ക് പറ്റിയ ആളാണ്. നാഫിക്ക് പറ്റിയ ആള്, ഇരട്ട പറ്റ മക്കള്. എന്താ പറയണേ, ഇരട്ട പറ്റ മക്കളെ കണ്ടിട്ട് നാഫിക്ക് പറ്റിയ മുതലല്ലേ? ആ, എന്റെ കയ്യിലാണ് പൈസ ഒക്കെ വെച്ചിരുന്നേ ബെറ്റിന്. എന്തായി നാഫിയെ? ബെറ്റൊന്നും വെക്കാൻ പാടില്ലാത്ത ഗായ്സ്. ഇതിവിടെ ഓരോ കഴപ്പിനാണ്. പയ്യ വെച്ച് ശമ്പളം വെച്ച് അല്ലട ടാഫി. അനക്ക് വരല്ല, നിനക്ക് പറ്റില്ല. അത് പറഞ്ഞ പോരെ. നമ്പർ കൊടുക്കടാ. ഞാൻ അണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ളൂ. നാഫിനെ പോയിട്ടോ? മൂച്ചിക്കുന്നതാ, നെറ്റ്വർക്ക് ഇല്ല. ഇപ്പൊ ഊപ്പിക്കുന്ന വരെ. कितना फॉलोअर्स दिखाओ, मैसेज फॉलोअर्स 12. ഇൻസ്റ്റാഗ്രാം എന്റെ കാർഡിലുണ്ട് ഫോളോവേഴ്സ് കണ്ടോ?
2K followers. एक follower. Fake ഒന്നല്ല. അതെ അതെ Model. വായന പറ ദിസ് ഇസ് എ മോഡൽ ഇതര മോഡിഫിക്കേഷൻ 2005 model. Modification. മോഡലാന്ന് പറഞ്ഞപ്പോ വായ തപ്പുതാ മോഡലോടെയാണ് ഇവിടെ ഇതൊക്കെ ഓട്ടണ്ട് ബ്ലോഗ് വരും. ഓ നമ്മള് പയ്യന്നൂർ ഇറങ്ങിയിട്ടുണ്ട്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ സൊള്ളി നടക്കുന്നു തേങ്ങ. വേറെ ഒരുത്തൻ, ഇത് മറ്റൊരുത്തൻ മോഹൻ ബഗാന്റെ കളി കണ്ടോല് ഉണ്ടെങ്കിൽ ഒന്ന് പറയാ കാര്യം. ജയിച്ചിട്ടുണ്ട് 2 ഗോളിനല്ലേ നമ്മൾ കളി ജയിച്ചു. ആ ഷീൽഡ് പൊക്കിക്കണേ. ഇനി ISLന്റെ ട്രോഫി പൊക്കിയില്ലെങ്കിൽ ആകെ മൂഞ്ചുന്നാണ് അവസ്ഥ. പൊക്കൂലേ? സമയം എത്രയും 9:45 9:45 ഇവിടാണ് 10 10 കോണി കയറാണ്. സൊപ്പാനെ നീ എവിടെ? സൊപ്പാനെ കാണാത്ത വിഷമത്തിൽ എന്നെ നടത്തിക്കാൻ പെടുന്നു. ഇത് ഏതോ തൊട്ടടുത്ത് അങ്ങാടി എത്തി തോന്നുന്നു. എന്നെ നടത്തിക്കുന്നുണ്ട്. തള്ളാൻ ആളുണ്ടായിട്ട് പേടിക്കണ്ട. സൊപ്പാന്റെ കാറും കാത്താ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നമ്മൾ വിട്ടു. ആ കാണുന്ന റെയിൽവേ സ്റ്റേഷന് വരുന്നില്ലേ? ഹലോ, നമ്മൾ വിളിച്ച് സപ്പാൻ്റെ കാറാണ്. കാണുന്ന കാറൊക്കെ സപ്പാൻ്റെ കാറാച്ചാ പോകുന്നില്ലേ? പോടാ, സപ്പാൻ്റെ വണ്ടി അരിച്ചത്. സപ്പാന എവിടെയെന്നാവോ? ഞങ്ങൾ നടന്ന് ഒരു വെളിച്ചമുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട് നടന്നിട്ട്. സപ്പാന ഇതുവരെ കണ്ടിട്ടില്ല. നല്ല ടാങ്ക് ഉണ്ടാകുന്ന വെറുതെ നടത്തി ഞാൻ അപ്പളെ പറഞ്ഞ് നടക്കണ്ട, അവിടെ നിന്നാ മതി. അത് കൊങ്ങനം കളിക്കണ ആ ജീവിയാണോ മുന്നിലുള്ള ആ ജീവിയാണ്. ഞാൻ വെറുതെ പറഞ്ഞ് നടക്കണ്ട. വെറുതെക്ക് അതിനൊക്കെ നടക്കാന്ന് വയ്യേ ഒക്കെ അറിയില്ലേ? സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി ഞാൻ അതിൻ്റെ അപ്പുറത്തെ പൊളിക്ക് നടക്കണമല്ലോ. അവിടെ കാറിൽ വരുന്ന കുതിര നോക്കി കണ്ട് പോകും. എനിക്ക് ഒരു അന്തം ഉണ്ടാവില്ല, നമുക്കേ കുറച്ച് അന്തം ഉണ്ടായിക്കോട്ടെ. നമ്മള് നോമ്പറപ്പിക്കാൻ വിളിച്ചു. നമ്മ വന്ന് ക്ഷണം സ്വീകരിച്ച് അത് പറഞ്ഞ പോലെ ക്ഷണിച്ചാൽ എത്തണം എന്നാണ്. ക്ഷണം സ്വീകരിച്ച് നമ്മളിവിടെ എത്തി. അപ്പോൾ അവനെന്ത് ചെയ്ത് നമ്മൾ പോസ്റ്റാക്കി വിട്ടു. മണിക്കൂർ കാലായി നിൽക്കുന്നതാണ്. കാലല്ല, മുക്കാല്. അതെ, സോറി, അല്ല അര. എവിടെ ആണെങ്കിലും ഉണ്ട് കുറച്ച്. എന്തായാലും കുറച്ച് നേരം നമ്മൾ പോസ്റ്റ് ആണ്. കാണുന്ന കാറൊക്കെ സപ്പാനാറിന് ഏറ്റി നോക്കുക. കയറ്റുന്ന എല്ലാ വണ്ടി അങ്ങോട്ട് കൊണ്ടൊക്കെ പോകുമ്പോൾ വിചാരിക്കുമ്പോൾ സെഫാനാണ്. കാരണം സെഫാൻ അത്രയും ഓടിക്കില്ല, പൊട്ടന. ചെങ്ങന്മാരെ നടന്നതാ. ഇവിടെ ബോർഡൊക്കെ ഉണ്ടല്ലോ, വിളിച്ചല്ലേ തൃക്കരിപ്പൂർ കാവയ്യി പയ്യന്നൂർ ടൗണ് വലത്തോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഉണ്ടല്ലോ ഫൈൻ. ഇതൊരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് നടന്ന് നടക്കണേ. ഇതിപ്പോൾ വന്നിട്ട് ഈ വണ്ടിയും എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നടത്തം തന്നെയാണല്ലോ കൂടുതലും. ഫ്രീയാ? ഇതെന്താണ് നാഫിനെ കണ്ട് ഓരോരുത്തർ ഇൻഡിക്കേറ്റർ കിട്ടുന്നത്? നാഫി ഒന്നുകൂടെ കൈയിടി. ഫണ്ട് കുറച്ചോ ബിരിയാണി. ഒരുത്ത അപ്പുറത്തെത്തിയാണ്. എവിടെ? ടൗണിൽ കൂടെ പാലല്ലേ? ഇവിടെ ഒരു ശിഖണ്ഡി പോലത്തെ നിന്നില്ല. അത് കേട്ടില്ല. പാലം കയറണ്ട, റിക്സ് പോണൊന്നും നമ്മ കണ്ടില്ലല്ലോ. വണ്ടിയാണോ ഈ ചളി? ഓ ഈ വണ്ടി ഇവിടെ ബാക്കിലൊക്കെ വേറെ ആരൊക്കെ ഉണ്ടല്ലോ. ഇതങ്ങട്ടാണ് മലയാളി. വണ്ടിയൊന്നും നീക്കിട്ട സുഖമായിട്ട് കേറായിരുന്നു. 2 ഉണ്ടല്ലോ. നമുക്ക് 20 സ്ഥലമുണ്ടോ? ഹലോ, ഡ്രൈവിംഗ് വാൻ്റെ അവിടെ പോയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് പിന്നെ നിർപ്പിച്ച് വണ്ടി. ഞാനവിടെ കയറണ്ടേ? എനിക്ക് സീറ്റൊന്നുമില്ലേ?
സ്ഥലല്ലേ ആ പിന്നെ എവിടെ കയറ്റാ കയറി. ഓക്കെ താങ്ക് യു. ഡ്രൈവർ മാറിയോ? ഷിഫ്റ്റ് ആയിട്ടുണ്ടല്ലോ ഡ്രൈവർ. പൊട്ട ഇങ്ങനെ വണ്ടി കൊടുത്തിടുക. ഇവിടുത്തെ ഒരു പാടമാണ്. വണ്ടി നമ്മളവിടെ എടുത്തിട്ടുണ്ട് റീൽസ്. ഏതാ വണ്ടി? ഹെഡ്ലൈറ്റും കത്തൂല ഇടയ്ക്ക്. ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹെഡ്ലൈറ്റൊക്കെ അങ്ങനെ ഓഫ് ആവും. വെറൈറ്റി വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് ഓഫ് ആകുമ്പോൾ മറ്റേ എന്തല്ല അലേർട്ട് ലൈറ്റ് ഓണാക്കി വണ്ടി ഇടും. പിന്നെ ഇൻഡിക്കേറ്റർ 2 സൈഡിൽ ഇട്ട് നോക്കും. ബ്രൈറ്റും ഡിമ്മാക്കി കളിക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവും. നിർത്തി കാറ്റുള്ളാൻ വേണ്ടിയിട്ടൊരു ഏരിയ. ഇത് രാവിലത്തെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാവിലത്തെ വിഷ്വൽസ്. അപ്പം അങ്ങനത്തെ ഏരിയ ഉണ്ട്. ഇപ്പം അവൻ്റെ ചെങ്ങന്മാർ അനിയന്മാരുണ്ട്. അനിയന്മാർ 2 ആൾക്കാർ കണ്ടോ. അപ്പം അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് അബി എടുക്കുവോ? ഒക്കെ ഓടിച്ച് സുഖമായി നല്ല സ്പീഡിലൊക്കെ പിന്നെ അവസ്ഥ കഴിയുമോ? അതെ എല്ലും വണ്ടി വെച്ചിട്ട് എല്ലും കോലില്ലാത്ത വണ്ടിക്ക് എല്ലും വണ്ടി ഒന്നുമില്ല അതിന്. വീട്ടിലെത്തിയിട്ടുണ്ട്. തേങ്ങ മൊണ്ണേ ഒന്ന് ഇറക്കണില്ല. തേങ്ങ പറഞ്ഞിട്ട് വണ്ടി എടുക്കണ്ടേ. അതാണല്ലേ ഇവിടെ ഇറങ്ങാ. ചപ്പാന്റെ പേരൊക്കെ എത്തിണ്ട്. രാത്രി വിശലാണ്, കിട്ടൂല. ഇതാണ് പെരോ, വല്ലൊരു പേരയാണ്. കയറി നോക്കട്ടെ. മനുഷ്യനെ ഫുഡും കഴിച്ച് ഒരു ഇരുത്തട്ടിലൊരു മയക്കം. ചങ്ങാമരപ്പളേക്ക് കാർ കൊടുത്ത് എങ്ങോട്ട് പോകണ്ടാണ്. രാത്രി ആയിട്ട് തേങ്ങ അല്ല. പറയൂ ഓടുന്നൊരു ഒച്ചയായിട്ടല്ലോ. ചപ്പാൻ വരുന്നുണ്ടോന്ന്. നല്ല ഫുഡ് കിട്ടോ. സെറ്റ് സാധനം കണ്ടില്ലേ. ഇതൊക്കെയാണ് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ്. കണ്ണൂർ സ്പെഷ്യൽ എന്തൊക്കെയോ സാധനങ്ങൾ. സംഗതിയൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തു. നല്ല പള്ള ഫുള്ള. ഇപ്പം കണ്ണൊക്കെ ബ്ലിങ്കാവും. ഉറക്കം വന്നിട്ടേ എന്നെ കാണിക്കാന്ന് വെച്ചാൽ ഞാൻ കണ്ണ് എങ്ങനെയൊക്കെ തുറന്ന് നടക്കുന്ന. ഈ കാറിൽ കയറിയിട്ട് എങ്ങോട്ടാണ് പൊന്നോസേ? ഇങ്ങോട്ട് കുപ്പായം മാറ്റിയോ? കാണൂല, ആകെ ഡാർക്കാണ്. അല്ലാണേ ഇനി എങ്ങോട്ടോ ഒന്ന് പോകണം പറഞ്ഞിട്ട് രാത്രി വണ്ടി എടുത്ത് ഇറങ്ങി. അതൊരു ലൈറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇപ്പോൾ ലൈറ്റ് എത്ര നിങ്ങൾ നോക്കണ്ട കേട്ടോ. തേങ്ങ ഇതാണ് നമ്മൾ ഡ്രൈവർ എന്ന് വെച്ചാൽ പ്രോവാന്ന് വിചാരം. തേങ്ങയാണ്. അടച്ചോനക്കറിയാം ഇവിടെ എത്തും. ഏതാ എൻ്റെ ചെറിയ കണ്ട മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ വന്നു. എല്ലാ കാര്യത്തിൽ കയറിയതൊരു കടയിൽ. കഴിച്ചതോ എന്താ ലൊട്ടേൻ്റെ സാധനം. സാധനം കഴിച്ചായിരുന്നു. കൊള്ളില്ല, ഒന്നിനും കൊള്ളാത്തൊരു സാധനം. പിന്നെ അതുപോലെ കഴിച്ചെന്നാ ഇതേ എന്തോ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. എന്തോ എന്താണ് കരിക്കും ജ്യൂസിൽ എന്തോ പ്രഷർ ആയിട്ടുള്ള സംഗതി. കാണാൻ കുറച്ച് ഡാർക്ക് ഉണ്ടാവും, എന്നാലും ക്ഷമിക്കാം. അപ്പോൾ അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കുടിച്ച് നോക്കില്ല. പിന്നെ കോളിഫ്ലവർ ആ വെള്ളത്തിൽ കിടക്കണം കണ്ടപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ്. 5 കഴിക്കില്ല. എല്ലാം കൂടി 400 റുപ്യ. എന്താണ് അപ്പോൾ 1500 ഇത്ര വിലയോ സാധനം കുടിക്കണേ? ഇപ്പം ഏതൊരു കാട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാറ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്ന കൂട്ടം കണ്ടോ. അതൊക്കെ നമ്മളാളാണ്. ഏതൊരു കാട് ഏരിയ. എന്താ ഈ രാത്രി കാണാൻ. പട്ടിനായും കുറുക്കനെ കണ്ടോലോ. പൊടീൻ്റെതാണ് അത് കാണണം കേട്ടോ. വിഷ്വൽസ് അങ്ങനെ വരുന്നത് പൊടി അടിക്കുന്നതാ നടക്കുമ്പോൾ. സൈഡിലെന്തോ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. തിരടിക്കുന്നുണ്ട്. അപ്പോൾ കടപ്പുറയിലേക്കോ ഇങ്ങനെ നടക്കണേ. ഈ സൈഡപ്പോൾ കാടല്ലേ. ചെങ്ങന്മാർ രാവിലെ വരുന്ന ഏരിയ. ഇതാണ് ഇപ്പോൾ രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ വൈകുന്നേരം വന്നാൽ നല്ല രസം ഉണ്ടാവും സത്യം. പക്ഷേ ഈ കുറച്ച് നേരം തന്നിട്ട് കാര്യമില്ല. ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയാൽ നമ്മൾ എന്നാലും 10 ടൈമായിട്ട് 5 മണി കഴിഞ്ഞില്ല. 5-5:30 എല്ലാവരും താഴെ പോയിട്ട് ഞാനും ചെന്ന് നോക്കട്ടെ. അദ്ദേഹത്തിന് കിട്ടിയ ഫുഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ചോറുണ്ടായിരുന്നു, പിന്നെന്താ ചിക്കനല്ല ബീഫ് അതോ കറി വരട്ട് കുറച്ചിരുന്നു, സമൂസ, മറ്റേ നല്ല കോലം ഉണ്ടല്ലോ കാണാൻ. ഉറക്കത്തിൻ്റെ പിച്ചിലാണ്. നീറ്റെല്ലാവരും അടിയിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനായിട്ട് കയറിയതാണ്. ആകെ ഉറക്കത്തിൻ്റെ ഇതിലാണ്. പിന്നെ പള്ളിയിലൊന്ന് പോകണം ഇൻഷാ അല്ലാഹ്.
പുലച്ചക്ക് കാണുകയാണെങ്കിൽ ഇതാണ് സപ്പാൻ്റെ അങ്ങാടി. ഇല്ല സപ്പാനെ കാണുന്നില്ല, എന്നാലും എത്രണ്ണുണ്ട്, എല്ലാം ഉണ്ടല്ലേ, എല്ലാ തര കടകളും ഉണ്ട്. നേരം വെളുത്താൽ ഫുള്ള് തിരക്കാവും. ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോ മാറി കൊടുക്കും. ഈ റൂമിൽ തന്നെ കാണാം, ബാക്കിയെല്ലാം കമർന്ന് കിടക്കുന്നുണ്ടാവും.